കറക്റ്റ് അതിനകത്തോണ്ടില്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തുട്ട് തേങ്ങ 115 കിലോ വെയിറ്റ് ഉണ്ട് ഗൈസ്. ഇനിയും ഞാൻ പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്തില്ലെങ്കിൽ, വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തായാലും സിക്കാവും. എന്തായാലും ഞാൻ പേഷ്യൻ്റ് ആയിപ്പോൾ അത് കാരണം കൊണ്ട് ഓടണം, വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം, പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യണം. ഇനി പിന്നോട്ട് യാത്രയില്ല. ഇനി പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെഡ് ബോഡി ആയിപ്പോവും. അത് കാരണം കൊണ്ട് എൻ്റെ പോലെ ഹെവി വെയിറ്റ് ആയിട്ട് ഭാരപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എൻ്റെ പോലെ ഓവർ ഭയങ്കര ഫുഡി ആയിട്ട് ഭക്ഷണം കഴിച്ച് അലമ്പി നടക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ഇതോടുകൂടി മനസ്സിലാക്കിക്കോ, നിർത്തിക്കോ പരിപാടി. നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ ജിമ്മിൽ പോണ് ഗൈസ്. ജിമ്മിൽ പോയിട്ട് ഇന്ന് മൺഡേ ആണ്, ഫസ്റ്റ് ഡേ ഓഫ് ദി ജിമ്മാണ്. പക്ഷെ ഇതിന് മുന്നേ ഞാൻ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പോയിട്ട് കുറച്ച് ട്രെഡ്മില്ലിൽ കുറച്ച് നേരം ഓടും എന്തായാലും. അതുപോലെ തന്നെ കുറച്ച് വാമപ്പ് എക്സസൈസ് ചെയ്യും. അതിനുശേഷം കുറച്ച് വെയിറ്റ് ട്രെയിനിങ്, പ്രോപ്പറായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യും. ഭയങ്കര ടഫാണെന്ന് എല്ലാവരും പറയണത് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ലെഗ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സിക്സ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഗൈസ് ജിമ്മിൽ പോണത്. ഐ ജസ്റ്റ് വാണ്ട് ടു ബി ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഐ നീഡ് ടു ബി ഓവർകം ദ സ്ട്രഗിൾസ് ആൻഡ് ഹഡിൽസ് ഇൻ മൈ ലൈഫ്. അതാണ് ഇപ്പൊ നിലവിൽ എന്റെ പ്രശ്നം. അത് കാരണം കൊണ്ട് എന്റെ പോലെ ഫിസിക്കൽ ലിമിറ്റേഷനും കൊണ്ട് എക്സസൈസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, യു ഹാവ് ടു ഡു സം എക്സസൈസ് ഫോർ യുവർ സെൽഫ്. അതർവൈസ് നിങ്ങൾ തന്നെ സഫർ ചെയ്യേണ്ടി വരും. ഞാൻ എന്തുകൊണ്ടാണ് ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള കാര്യം മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ലെഗ് ഡേ ആണ് എൻ്റെ. പരമാവധി ഹാംസ്ട്രിങ്, ക്വാഡ്രിസെപ്സ്, ഗ്ലൂട്ട്സ്, കാഫ്, ഇത്രയും മസിൽസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പാകത്തിനുള്ള എന്തായാലും ബിഗിനർ ആണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള വെയിറ്റ് ട്രെയിനിങ് ഞാൻ ചെയ്യാൻ പോകുന്നു. പവർ ലിഫ്റ്റിംഗ് അല്ല, വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ല, ബോഡി ബിൽഡിംഗ് അല്ല, നത്തിങ്. ഇറ്റ്സ് എ വെൽനസ്. അത് കാരണം കൊണ്ട് എൻ്റെ ഹെൽത്ത് നന്നായിട്ട് വെക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടി ഞാൻ ജിമ്മിലേക്ക് പോവാണ്. ഓക്കെ, എനിവേ ജിമ്മിൽ ചെന്നിട്ട് കാണാം. ജിമ്മിൽ നല്ല ക്രൗഡായിരിക്കും, ചിലപ്പോൾ ഒച്ചപ്പാടും ബഹളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരുന്ന പോലെ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം. എനിവേ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, യു ഹാവ് ടു ഡു സം ഫോർ യുവർ സെൽഫ്. അതർവൈസ് സെയിം, നിങ്ങൾ എന്നെ പോലെ തന്നെ ഹർട്ട് ചെയ്യേണ്ടി വരും സെൽഫായിട്ട്. ഗൈസ്, ഞാനൊരു അത്ലറ്റിക് കോച്ചാണ്, നിങ്ങൾക്കറിയാം. ഞാനൊരു ഫാറ്റ് കോച്ചാണ് ഗൈസ്, ഫാറ്റ് കോച്ചാണ്, ഫിറ്റ് ആയിട്ടുള്ള കോച്ചല്ല. സോ ഐ വാണ്ട് ടു ബി ഫിറ്റ് കോച്ച്. ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്യാണ്. ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കുട്ടികളെ ഫിറ്റ് ആയിട്ടുള്ള ഒരു കോച്ചായിട്ട് എനിക്ക് ട്രെയിൻ ചെയ്യിക്കണം. അപ്പം ഞാൻ ഇതല്ലാതെയും കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം അവരുടെ കൂടെ ചെയ്യുന്നുണ്ട്. അവരുടെ അത്ലറ്റിക് ട്രെയിനിങ്ങിന്റെ കൂടെയുള്ള കുറച്ച് ഹഡിൽസ്, അതുപോലെ ഷട്ടിൽ റൺസ്, ജോഗിങ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ അതർ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. അപ്പം ഏതെല്ലാം രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിവേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ജേർണി എൻ്റെ കൂടെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, യു ഹാവ് ടു കം വിത്ത് മീ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്. ഇതാണ്, അതിൽ കൂടുതലൊന്നുമില്ല. നമ്മൾ നാളെ ബോഡി ബിൽഡർ ആവും, നാളെ സിക്സ് പാക്ക് കാരനാവും, നാളെ ഒരു ഫിറ്റ്നസ് മോഡലാവും, ഇതൊന്നുമില്ല. നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെയ്യണം. എന്തായാലും ഫൈനലി ഞങ്ങളങ്ങനെ ജിമ്മിലെത്തി ഗൈസ്. പക്ഷേ ട്രെഡ്മില്ല് ചെയ്യണമെന്നുണ്ടായിരുന്നു. ട്രെഡ്മില്ല് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അവിടുത്തെ ട്രെഡ്മില്ലിൻ്റെ സ്വിച്ച് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എന്തോ പ്രശ്നമായിട്ട് കത്തിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് കിട്ടിയ സൈക്കിളിൽ കയറിയിരുന്ന ഒരു അരമണിക്കൂർ സൈക്കിൾ ഉണ്ടെന്ന് വിചാരിച്ചു. 1/4 മണിക്കൂർ എന്തായാലും ഞാൻ സൈക്കിളിൽ സ്പെൻഡ് ചെയ്തു. അപ്പം നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു സൈക്കിൾ ഓട്ടൽ. ചെറിയ സ്പീഡിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് സൈക്കിൾ ഓട്ടിക്കൊണ്ട് ഇങ്ങനെ വീഡിയോ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ലെഗിൻ്റെ വർക്കൗട്ടാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് അബ്ഡോമിൻ്റെ വർക്കൗട്ടിനായിട്ട് ലെഗ് റൈസ് ചെയ്തു. അത് 3 സെറ്റാണ് ചെയ്തത്. 30 എണ്ണത്തിൻ്റെ 3 സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അബ്ഡോമിൻ ഏകദേശം ഒരവസ്ഥയിലായി. അത് കാരണം കൊണ്ട് എല്ലാ പിന്നെ വെയിറ്റ് ട്രെയിനിങ്ങിനും കൂടെ അത് ചെയ്തില്ല. ലെഗ് എക്സ്റ്റൻഷൻ ചെയ്തു. ചെറിയ വെയിറ്റ്, വളരെ ചെറിയ വെയിറ്റാണ്. കാരണം ഫസ്റ്റ് ഡേ തന്നെ ജിമ്മിൽ പോയിട്ട് ലെഗ് റൈസ്, സ്ക്വാട്ട്, ലഞ്ചസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടപാട് തീർന്നു. അതിനുശേഷം സ്മിത്ത് മെഷീനിൽ ഞാൻ സ്ക്വാട്ട് ചെയ്തു. ഒരു 15 kg വൺ സൈഡ് വെയിറ്റ്, ചെറിയ വെയിറ്റ് ഇട്ടിട്ട് ടോട്ടൽ ഒരു 30 kg വെയിറ്റ് ലോഡ് ചെയ്തിട്ട് സ്മിത്ത് മെഷീനിലാണ് ഞാൻ സ്ക്വാട്ട് ചെയ്തത്. 11 റിപ്പറ്റീഷൻ്റെ 3 സെറ്റ് ഞാനൊരു കടമ നിർവഹിക്കണ പോലെ ചെയ്ത് തീർക്കുകയും ചെയ്തു. എനിക്ക് ഭയങ്കര മടിയായിരുന്നു ലെഗ് ഡേ വർക്കൗട്ട് ചെയ്യാനായിട്ട്. പക്ഷേ എനിവേ ഞാനത് ചെയ്ത് തീർത്തു ഗൈസ്. നിലവിൽ ജിമ്മിൽ നിന്ന് വർക്കൗട്ട് കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തി. ലെഗ് കേളിങ് കൂടെ ചെയ്തായിരുന്നു. ലെഗ് കേൾ ചെയ്യാൻ നേരത്ത് മൊബൈൽ ഓഫായിപ്പോയി. അത് കംപ്ലീറ്റ് ചെയ്തു. ഹോസ്റ്റലിൽ വന്നു, ഭക്ഷണം കഴിച്ചു. അപ്പോഴത്തേക്കും ഫോൺ ഓണായി കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്താ ഞാൻ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണമെന്ന് നിങ്ങളോട് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഡേ ഞാനത് പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എനിവേ, ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിലെ കിച്ചണാണ്. അപ്പം ഇവിടെ വന്നിരുന്നാണ് ഭക്ഷണം കഴിച്ച് തീർത്തത്. സമയം ഒരുപാട് പോയി. എനിവേ, വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഡേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ട് ആൻഡ് കീപ് യുവർ ഹെൽത്ത് വെൽ. ബൈ ബൈ.